ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നൊരു ടൊമാറ്റോ ജ്യൂസ് വെച്ചിട്ട് ഒരു വൈറ്റനിങ് സോപ്പാണ് കേട്ടോ ഞാനിന്ന് ചെയ്യണത്. അപ്പോൾ അതിനായിട്ടൊരു 8 ഗ്രാം ടൊമാറ്റോ ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഇതൊരു 400 ഗ്രാം ബേസും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് അലോവേര ജെല്ല് വേണം, പിന്നെ വൈറ്റമിൻ ഇ വേണം, വെജ് ഗ്ലിസറിനും വേണം. ഈ അലോവേര ജെല്ല് നമ്മൾ ഏത് സോപ്പിലും ചേർക്കുകയാണെങ്കിൽ സോപ്പിനൊരു പ്രത്യേക ഒരു തിളക്കം കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ജെല്ലെടുക്കാതെ, വീട്ടിലുണ്ടാവണ കറ്റാർവാഴയുടെ ജെല്ലെടുക്കാതെ നമ്മൾ ഇതുപോലെ, ഇത് ഞാൻ സെയിൽ ചെയ്യണ ജെല്ലാണ് കേട്ടോ. നല്ല അലോവേര ജെല്ലാണ് കേട്ടോ. അത്രക്കും അടിപൊളിയായിട്ടുള്ള ജെല്ലാണ്. അപ്പോൾ നമ്മൾ ഏതൊരു സോപ്പിലും ഈ അലോവേര ജെല്ലും കൂടി കുറച്ച് ആഡ് ചെയ്യണമെങ്കിലേ, അത് എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം വെച്ചിട്ട് ഞാൻ പറയണേ കേട്ടോ, ആ സോപ്പിനൊരു പ്രത്യേക ഒരു തിളക്കവും ഒരു ഭംഗിയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് അലോവേര ജെല്ലും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ 400 ഗ്രാം സോപ്പ് ബേസിന് ഞാനിപ്പോൾ ഒരു 15 ഗ്രാംസ് മറ്റുള്ള ഇൻഗ്രീഡിയൻസ്, അതായത് ടൊമാറ്റോ ജ്യൂസും അലോവേര ജെല്ലും വെജ് ഗ്ലിസറിനും വൈറ്റമിൻ ഇ എല്ലാം കൂടിയിട്ട് ഒരു 15 ഗ്രാംസാണ് കേട്ടോ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോണത്. അപ്പോൾ ഞാൻ ഇപ്പോൾ തന്നെ ബേസ് മെൽറ്റ് ചെയ്യാൻ കൊണ്ട് വെച്ചിട്ട് വരാം കേട്ടോ. ബേസ് അവിടെ ഒന്ന് മെൽറ്റ് ആകുമ്പോഴേക്കും നമുക്ക് അതിൽ ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് വെക്കാം. അപ്പോൾ ഇത് ടൊമാറ്റോ ജ്യൂസ് ഒരു 8 ഗ്രാം ഉണ്ട് കേട്ടോ. ഒരു 5 ഗ്രാം അലോവേര ജെല്ലും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ പല വീഡിയോസിലും കണ്ടിട്ടില്ലേ, ഒരു 100 ഗ്രാമിൻ്റെ സോപ്പിലേക്ക് 10 ഗ്രാം ഇൻഗ്രീഡിയൻസൊക്കെ ആഡ് ചെയ്യാന്നുള്ളത്. അത് എല്ലാ ബേസിലും അതുപോലെ ചെയ്യരുത് കേട്ടോ. അത് നമ്മൾ ഫസ്റ്റ് ക്വാളിറ്റി ബേസ് ആണെങ്കിൽ 10 ഗ്രാം ഓക്കെയാണ്. അല്ലാതെ നമ്മൾ വില കുറഞ്ഞിട്ടുള്ള ക്വാളിറ്റി കുറഞ്ഞ ബേസിലേക്കൊന്നും അത്രയൊന്നും ചേർക്കരുത് കേട്ടോ. അപ്പോൾ ഒത്തിരി പേര് വിളിച്ചിട്ട് ചോദിക്കും, സോപ്പിന് കട്ടിയില്ല, ഞാൻ കറക്റ്റിനാണ് ചേർത്തത് പക്ഷെ കട്ടിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതില്ലാന്ന്, അത് നമ്മൾ ബേസിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് നമ്മളത് കൂട്ടേ കുറയ്ക്കൊക്കെ ചെയ്യണം. ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വാളിറ്റി ബേസ് എടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 400 ഗ്രാമിലേക്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ 40 ഗ്രാം ചേർക്കാം. പക്ഷെ എന്നാൽ പോലും ഞാൻ അത്രയും ചേർക്കാറില്ല കേട്ടോ. ഫസ്റ്റ് ക്വാളിറ്റി ബേസ് ആയാൽ പോലും ചേർക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പം ഇത് ഞാൻ അലോവേര നന്നായിട്ട് ഇതിൽ മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വെജ് ഗ്ലിസറിന് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അതും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി വൈറ്റമിൻ ഇയുടെ കോൺസെൻട്രേറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഡ്രോപ്സ് ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടൊമാറ്റോ സോപ്പിലേക്ക് നമുക്ക് കറക്റ്റ് ടൊമാറ്റോയുടെ കളർ കിട്ടണമെങ്കിൽ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട് കേട്ടോ. അത് ഞാൻ എന്താണെന്ന് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് റെഡ് കളറൊക്കെ ഇതിലേക്ക് ചേർത്താലും സാധാരണ ഒരു റെഡ് കളറിലെ റെഡ് വൈൻ സോപ്പൊക്കെ പോലെ ഇരിക്കുമല്ലോ. നമുക്ക് കറക്റ്റ് ആ ടൊമാറ്റോയുടെ കളർ കിട്ടണമെങ്കിൽ എന്താ ചേർക്കേണ്ടതെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ബേസ് ഇപ്പോൾ മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ കറക്റ്റ് ആ ടൊമാറ്റോയുടെ കളർ വരാനായിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മുടെ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന കറികൾക്കൊക്കെ ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാം. അത് ഞാൻ അളവൊന്നും പറയണില്ല കേട്ടോ. നമുക്കത് കറക്റ്റ് ഒരു കളർ കിട്ടണ വരെയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ടൊമാറ്റോ ജ്യൂസിലേക്ക്. നമുക്കത് ബേസിലേക്ക് ഒഴിച്ചിട്ട് പിന്നെ വേണ്ടി വരികയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കട്ടയൊക്കെ നല്ല രീതിയിൽ കട്ടയൊക്കെ മാറണ വരെ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് വേണം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. നമുക്ക് ബേസിലേക്ക് ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒത്തിരി ഇളക്കേണ്ട ഒരു കാര്യങ്ങളൊന്നും വരാതിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ പത അധികം വരാതെ നമുക്ക് നോക്കാൻ പറ്റും. പരമാവധി ഇതുപോലെയുള്ള ജ്യൂസുകളിലേക്ക് തന്നെ നമ്മുടെ മാക്സിമം സംഭവങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് പിന്നെ അതിലേക്ക് ബേസിലേക്ക് ചേർത്താൽ മതി കേട്ടോ.
ഇനി ഇത് മാത്രം പോരാട്ടോ, കറക്റ്റ് കളറായാലും നമുക്ക് ഏതൊരു സോപ്പാണെങ്കിലും നമ്മൾ ഇപ്പോൾ ആയുർവേദിക് സോപ്പായാലും പോലും നമുക്ക് ആ ഗ്രീൻ കളറൊക്കെ കിട്ടിയാൽ പോലും നമ്മൾ കളറ് എന്നും ആ സോപ്പിന് ആ കളറ് നിൽക്കണമെങ്കിൽ ഇത്തിരി കളറും കൂടിയും ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് ബേസിലേക്ക് ചേർത്ത് നോക്കാം. അപ്പോൾ ബേസ് നമ്മൾ മെൽറ്റ് ചെയ്തിട്ട് ഒത്തിരി ഇട്ടാണ്ട് ഇളക്കരുത് കേട്ടോ. പതിയെ സാവധാനം ഇളക്കണം. അത് തന്നെയല്ല ഒരേ ഡയറക്ഷനിലേക്ക് തന്നെ ഇളക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇത് ഒഴിച്ച് നോക്കട്ടെ. കണ്ടോ, നമ്മളിപ്പോൾ കളറൊന്നും ചേർത്തിട്ടില്ല, പക്ഷേ നമുക്ക് ആ ടൊമാറ്റോയുടെ കളറ് കിട്ടിയത് കണ്ടോ. നമ്മൾ ഈ മഞ്ഞൾപ്പൊടി ചേർത്തുകൊണ്ടാണ് കേട്ടോ ആ കളറ് കിട്ടിയത്. ഇനി നമുക്ക് കുറച്ച് റെഡ് കളറും കൂടി ചേർത്ത് കൊടുക്കണം. കണ്ടില്ലേ, നമ്മൾ ഒത്തിരി ഇട്ട് ഇളക്കി പത വരാതെ ശ്രദ്ധിക്കണം കേട്ടോ. അതേതുപോലെ സാവധാനം ഇളക്കാൻ പാടുള്ളൂ കേട്ടോ. ഞാൻ ക്യാമറ കുറച്ചുകൂടി പൊക്കി വെച്ചത് നിങ്ങൾക്ക് ശരിയായ രീതിയിൽ കാണാനായിട്ടേ. ഇപ്പോൾ നന്നായിട്ട് കാണാൻ പറ്റണില്ലേ. ഇനി നമുക്ക് കുറച്ച് കളർ ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് ഞാൻ റെഡ് കളറാണ് ആഡ് ചെയ്ത് കൊടുക്കണം. ടു ഡ്രോപ്സ് ഒഴിച്ച് ഇനി വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനൊരു 1 ഡ്രോപ്പും കൂടി ഒഴിക്കാം കേട്ടോ. നമുക്കിനി സോപ്പ് സെറ്റാവുമ്പോൾ അറിയാം കറക്റ്റ് ടൊമാറ്റോയുടെ കളർ കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഞാൻ ഇത്രയും സംഭവങ്ങളൊക്കെ ചേർത്തെങ്കിലും അങ്ങനെ പതയൊന്നും അധികം വന്നിട്ടില്ലല്ലോ. അപ്പോൾ കഴിഞ്ഞ ദിവസം കൂടി ഒരു കസ്റ്റമർ വിളിച്ചിട്ട് എന്നോട് ചോദിച്ച് ഇങ്ങനെ ഭയങ്കര പതയായി, എന്താ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിതുപോലെ പോലെ ചെയ്താൽ മതി കേട്ടോ. ഒത്തിരി ഇട്ട് ഇളക്കാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്നിട്ട് ഇളക്കാണ്ട് ഇത് ഒരേ ഡയറക്ഷനിലേക്ക് സാവധാനം ഇങ്ങനെ ഇളക്കിയാൽ മതി കേട്ടോ. നമുക്ക് പിന്നെ റബ്ബിങ് ആൽക്കഹോളൊന്നും ഒഴിക്കേണ്ട വരില്ല. നമുക്കിനി സ്മെല്ലും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടേ മോൾഡിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് സെറ്റാകുമ്പോൾ നോക്കാം കറക്റ്റ് ടൊമാറ്റോയുടെ കളർ കിട്ടുമോ നോക്കാം കേട്ടോ. ഞാനൊരു 8 ഗ്രാം സ്മെല്ല് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 8 ഗ്രാം സ്മെല്ല് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഏതൊരു സോപ്പിലേക്കും കുറച്ച് അലോവേര ജെല്ല് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും കേട്ടോ. സോപ്പിന് നല്ലൊരു തിളക്കം ഉണ്ടാവും സോപ്പ് കാണാനായിട്ട്. അപ്പോൾ ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ചെറുതായിട്ട് കട്ടയാവാൻ തുടങ്ങി. എനിക്ക് ഇവിടെ ഒരാൾ വന്നപ്പോൾ അങ്ങോട്ടൊന്ന് പോയപ്പോഴേക്കും കട്ടയാവാൻ തുടങ്ങി. പിന്നെ നമുക്ക് സ്മെല്ലും കൂടി ചേർത്തിട്ട് പെട്ടെന്ന് തന്നെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എപ്പോഴും ഇളക്കുമ്പോൾ ആ പാത്രത്തിന് അടിവശത്തേക്ക് ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഇളക്കണം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ നമ്മുടെ സ്മെല്ലൊക്കെ ഇങ്ങനെ താഴെ പോയിട്ട് ഇങ്ങനെ കിടക്കും, നേരെ താഴെ പോയിട്ട് കിടക്കണത്.
അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് സോപ്പിലേക്ക് മൊത്തത്തിൽ കിട്ടണമെങ്കിൽ നല്ല രീതിയിൽ ഇങ്ങനെ ഇളക്കണം. നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് 4 സോപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കറക്റ്റ് അളവിൽ 100 ഗ്രാമിൻ്റെ ഒരു സോപ്പായിട്ടൊന്നുമല്ല, ഞാൻ പിന്നെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സോപ്പാണ്. അപ്പോൾ ഞാൻ 4 ഷേപ്പിലും ഒഴിച്ചിട്ട് 4 സോപ്പാക്കി എടുത്തതേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് പത ചെറിയ രീതിയിൽ വന്നിട്ടുണ്ട്. വേണമെങ്കിൽ റബ്ബിങ് ആൽക്കഹോൾ ഒഴിക്കുക, അടിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത്രക്കും അധികമായിട്ടില്ല. നമുക്ക് ഇതവിടെ നിന്ന് സെറ്റായിട്ട് നമുക്ക് നോക്കാം കേട്ടോ. നമുക്ക് കറക്റ്റ് ആ ടൊമാറ്റോയുടെ കളർ കിട്ടിയോ എന്നുള്ളത് നമുക്ക് സെറ്റായി കഴിഞ്ഞിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സോപ്പ് കൺമോൾഡ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ടൊമാറ്റോ എടുത്ത് അടുത്ത് വെച്ചതാണ് കേട്ടോ. കളറ് സെയിമായി ആണോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവന്ന് വെച്ചതാണ്. അപ്പോൾ കളറൊക്കെ സെയിമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ചെറിയൊരളവിലാണ് ഈ സോപ്പ് ചെയ്തേക്കണം. ഇത് ഞാനൊരു ഓർഡറൊന്നും അല്ല, ഞാനിത് ഒരു ടൊമാറ്റോ സോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടേ. അപ്പോൾ നമ്മുടെ ബേസ് അത്രയും വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ചെടുത്തിട്ട് ഒരു 4 ഷേപ്പിൽ സോപ്പ് ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ. പിന്നെ ഓർഡർ വന്നിരിക്കുന്ന സോപ്പുകൾ ഇവിടെ പപ്പായയുടെ ഒരു 5 സോപ്പുണ്ട്, കുക്കുംബറിൻ്റെ 5 സോപ്പുണ്ട് കേട്ടോ. അത് വേറെ എനിക്ക് ഓർഡർ ഉള്ളതാണ്. ഇത് ഞാൻ വെറുതെ ചെയ്തതാണ് കേട്ടോ. കണ്ടില്ലേ, കറക്റ്റാ കളറ് കിട്ടിയ നമുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വെറുതെ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ അതാണ് ഞാൻ വലിയ സോപ്പാക്കാതെ ഈ 4 ഷേപ്പിൽ ഓരോ സോപ്പ് അങ്ങനെ ഉണ്ടാക്കിയെടുത്തതേ ഉള്ളൂ കേട്ടോ. കണ്ടില്ലേ. അപ്പോൾ ഈ നമ്മളിതിൽ മഞ്ഞൾപ്പൊടി ഇട്ടല്ലോ, അപ്പോൾ അത് നമ്മളെപ്പോഴും നമ്മുടെ ബേസിലേക്ക് ഡയറക്റ്റായിട്ട് ഇടരുത് കേട്ടോ. അലോവേരയില അങ്ങനെ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് മാത്രമേ ഇടാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ടൊമാറ്റോയുടെ ജ്യൂസില, അല്ലെങ്കിൽ അത് ഇതിലിങ്ങനെ എടുത്ത് കാണിക്കും, ഇങ്ങനെ കട്ടയായിട്ട് കിടക്കണതേ, അതുകൊണ്ടാണ്. അപ്പോൾ സോപ്പ് ഉണ്ടാക്കാനുള്ള എല്ലാ മെറ്റീരിയൽസും ഉണ്ട് കേട്ടോ എൻ്റെ അടുത്ത്. അപ്പോൾ ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് ഓർഡർ തന്നോളൂ കേട്ടോ. അതുപോലെ അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തണം കേട്ടോ. അപ്പോൾ ഇനി എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. പിന്നെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്.